1981 ഈ കോളേജിൽ നിന്ന് നമ്മൾ പറന്നകന്ന ശേഷം ഈ കോളേജിലേക്ക് ഒരാൾ മാത്രം വീണ്ടും തിരികെ എത്തി. അയാൾക്ക് കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നില്ല. അവസാനം ഗതികെട്ട് പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് കയറി മോഹൻലാൽ സ്റ്റൈലിൽ കതവടച്ച് കോളറിന് പിടിച്ചിട്ട് എഴുതടാ എൻ്റെ കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് എഴുതി കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതാണ് നമ്മളുടെ സഹപാഠി. അന്ന് ആ കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചെങ്കിലും അതിൻ്റെ അടിയിൽ ഒരു ചുമന്ന വരയിട്ട ശേഷമാണ് ആ പ്രിൻസിപ്പൽ ആ കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അതിന്നും ഭദ്രമായിട്ട് നമ്മുടെ കൂട്ടുകാരൻ സൂക്ഷിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ജോസ്. വർഷങ്ങൾക്ക് ശേഷം US സിയാറ്റിൽ വെച്ചിട്ട് ജോസിനെയും വൈഫിനെയും ഒരുമിച്ച് കണ്ടപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ജോസിൻ്റെ വൈഫിനെ കാണുന്നത്. ഞാനൊരു ചോദ്യം ചോദിച്ചു. 3.5 വർഷം അവൻ്റെ കൂടെ ഒരേ റൂമിൽ താമസിച്ചതായിട്ടുള്ള പരിചയം വെച്ചുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ഫ്ലോമിയോട് ചോദിച്ചത്. എങ്ങനെ ഇവനെ മെരുക്കിയെടുത്തു? നമുക്ക് ഫ്ലോമിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാം. ഫ്ലോമി ഇൻട്രൊഡക്ഷന് വേണ്ടി എണീച്ചു നിന്നപ്പോൾ അപ്രതീക്ഷിതമായി രാജഗോപാലും അതേ ചോദ്യം തന്നെ ഫ്ലോമിയോട് ചോദിക്കുന്നു. ഇവനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു? ചെയ്തെടുത്തു ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം. I'm so excited to be here for the very first time to see all of your faces. I've seen most of your faces from pictures and such, but it was such a pleasure to see all of you guys in real time. I heard that he was a rowdy. I retired 2 years ago, and Joe actually retired this April. So when he retired, I decided to go back to work. Even ബാബുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ബാബുവിൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു, ഡോണ്ട് ഗോ ടു പാലക്കാട് ഏരിയ, യു വിൽ എൻഡ് അപ്പ് ഇൻ ജയിൽ. So I didn't take it very seriously. I never asked him, but you know what happened. But one thing I know, he is truly a trustworthy, no nonsense, extremely good-hearted and generous human being. He came for almost every reunion every year, which truly is amazing, and that shows how good-hearted and involved with all his friends. I mean, I met all of them. They are true. ക്ലാസ് റൂമിൽ സ്പെൻഡ് ചെയ്തതിനേക്കാൾ കൂടുതൽ സമയം ലേഡീസ് ഹോസ്റ്റലിൻ്റെ കോർണറിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് ജിമ്മി. എൻ്റെ അടുത്ത റൂമായിരുന്നു ജിമ്മി. പലപ്പോഴും ഞാൻ അവനോട് ചോദിക്കാറുണ്ട്, എന്തുവാടാ ഇത്രയും നേരം നീ സംസാരിക്കുന്നത്? ഒരു വീഡിയോയൊക്കെ വലിച്ചുകൊണ്ട് അവൻ പറയും, എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എന്തുവാ സംസാരിച്ചതെന്ന്. സമയം പോകുന്നത് എനിക്കറിയത്തേയില്ല. ലീന എന്ത് പറയുന്നെന്ന് നമുക്ക് കേൾക്കാം. ഇപ്പൊ ആളവിടുന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കാം. അതെന്താ കേട്ടാ? ഇതാണ് ഒരു ഇന്നത്തെ ഈ 1981 എന്നല്ല, ഒരു സ്റ്റിൽ യൂത്ത് ആണെന്നുള്ളത് തെളിയിക്കുന്ന ഒരു സോങ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ചോദ്യം കേട്ടായിരുന്നു, ഏതാ പാട്ട് കേട്ടാ? നീ ഹൃദയം
അടിപൊളിയാണ്. ആദ്യമായിട്ട് മാമിനെ കണ്ടപ്പോൾ കുറേ പിള്ളേരുണ്ടാവും കോളേജിൽ. അപ്പോൾ നമുക്ക് തോന്നുമല്ലോ ആ കുട്ടീനെ എനിക്ക് പ്രണയിക്കാൻ തോന്നുന്നുണ്ട് എന്ന് തോന്നാനുള്ളൊരു കാരണം എന്തായിരുന്നു? ഒരു ഫസ്റ്റ് സൈറ്റിൽ നമ്മൾ പറയില്ലേ, നല്ല മുടിയുള്ളൊരു കുട്ടി നടന്നു വരുമ്പോൾ എനിക്ക് ആ മുടി ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പറയും എനിക്ക് ആളെ ചിരി ഭയങ്കര ഇഷ്ടമായി എന്ന് പറയും. അതല്ലെങ്കിൽ ആൾ ചിലപ്പോൾ എന്തെങ്കിലും പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആയിരിക്കും. പക്ഷേ അപ്പോൾ സ്റ്റേജിൽ കയറി ആൾ എന്തെങ്കിലും പാട്ട് പാടിയായിരിക്കും കഴിയും. അപ്പോൾ എന്തായിരുന്നു ആദ്യത്തെ ഓക്കെ എന്തായാലും പറയോ എന്താണ് അങ്ങനെ പെട്ടെന്ന് ഇഷ്ടം എന്ന് പറയാനുള്ള ഒരു കാരണം? ഇഷ്ടം തോന്നി അങ്ങനെ മൊത്തത്തിൽ ഇഷ്ടമായി. ഫ്യൂഷൻ ഫാന്റാസിയുടെ ഈ പ്രോഗ്രാം നിങ്ങൾ ആസ്വദിച്ചു എന്ന് വിചാരിക്കട്ടെ. കോളേജ് പ്രേമങ്ങളെയും ദമ്പതികളുടെ പൊരുത്തവും ഒക്കെ അളന്ന ഈ കൊച്ചു മിടുക്കന്മാരെ നമ്മുടെ മുമ്പിലെത്തിച്ചത് വിജയൻ്റെ അശ്രാന്ത പരിശ്രമമാണ്. ഒരിക്കൽ കൂടി നമുക്ക് വിജയന് നന്ദി പറയാം. ടാലൻ്റുള്ള ധാരാളം കലാകാരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വേണു, ജിമ്മി, രവീന്ദ്രൻ, സണ്ണി, കൃഷ്ണകുമാർ, ലീന, പ്രഭ, മാധവൻ, അങ്ങനെ ഒട്ടനവധി സഹപാഠികൾ, കലയുള്ള ധാരാളം പേർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. പക്ഷേ ഇവരൊന്നും ഈ കലയുടെ വഴിയിൽ പോയില്ല, അല്ലെങ്കിൽ പെർസ്യൂ ചെയ്തില്ല എന്നേ ഉള്ളൂ. നമുക്ക് വീണ്ടും കോളേജിലേക്ക് വരാം. നമ്മുടെയൊക്കെ പേടി സ്വപ്നമായിരുന്ന ഡോക്ടർ ബാലകൃഷ്ണൻ പണിക്കർ സാർ റിട്ടയർ ചെയ്തിട്ട് 40 വർഷത്തിലധികമാകുന്നു. എങ്കിലും സാറിനെ ആർക്കും മറക്കാൻ കഴിയില്ല. ഒരിക്കൽ കൂടി ആദരിക്കുവാൻ നമുക്ക് കഴിഞ്ഞത് വളരെ സന്തോഷം. സാറിൻ്റെ വാക്കുകൾ, വളരെ കുറച്ച് വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഈ ഒരു സദ്യ കഴിയുമ്പോൾ ലാസ്റ്റ് സെർവ് ചെയ്യുമ്പോൾ സ്വീറ്റ്സ്. എൻ്റെ ജോലി മധുരപദങ്ങൾ കൊണ്ട് നിങ്ങളെ കുടിപ്പിക്കാം. പക്ഷെ അനുഭവം പറയാണ്. അല്ല, എനിക്ക് ഒരു വികാരങ്ങളുടെ ഒരു വിലയേറ്റമുണ്ട്. കാരണം ഈ ഹാളിൽ ആദ്യമായിട്ടാണ് ഞാൻ അത് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. 39 ഞാൻ ഒരു അർത്ഥം ചെയ്യും. ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാച്ചാണ് ആദ്യം പോകുന്നത്. ഞാൻ ഈ കുട്ടികളുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം അതുവരെ ഉണ്ടായിരുന്നില്ല. 21 കൊല്ലത്തെ പൂർവികരുടെ ഭരണകാലത്ത് പൂർവ്വ വിദ്യാർത്ഥികളെ ബന്ധമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. പലപ്പോഴും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പ്രയത്നത്തിന് വിളിക്കും. അതുകൊണ്ടായിരുന്നു, വേറെ ഒരു മീറ്റിംഗും ഇല്ല. അപ്പൊ ഇത്രയും കാലത്തെ മാറ്റങ്ങൾ ഒന്നും സ്ഥിരമല്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റൊക്കെ പലതും വേണ്ടാത്തതാണ്. നാട്യവിസ്മയമായ, കലവിടാതെ സൂക്ഷിക്കുന്നതായ, കഴിഞ്ഞ 40 വർഷമായി നമ്മളെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഡോക്ടർ സ്നേഹപ്രഭയുടെ ഡാൻസിലേക്ക് കിടക്കാം. സ്നേഹപ്രഭയുടെ ഡാൻസ് കാണാൻ തന്നെ പലരും ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. വളരെ മനോഹരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു സ്നേഹപ്രഭ നമുക്ക് വേണ്ടി ഈ പ്രാവശ്യം ഒരുക്കിയിരുന്നത്. അതിൻ്റെ പൂർണ്ണമായ ഒരു വീഡിയോ എനിക്ക് കാണിക്കാൻ സാധിക്കുകയില്ല, അതിനുള്ള സമയമില്ല. ഒരു ചെറിയൊരു ശകലം മാത്രം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. പലവട്ടം
Sweet.